തിരുവചന പ്രദീപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. ആഹാബ് ഓബദ്യാവോട്, നീ നാട്ടിലുള്ള എല്ലാ നീരുറകളുടെയും തോടുകളുടെയും അരികത്ത് ചെന്ന് നോക്കുക, പക്ഷേ മൃഗങ്ങൾ എല്ലാം നശിച്ചു പോകാതെ ജീവനോട് രക്ഷിപ്പാൻ പുല്ല് കിട്ടും എന്ന് പറഞ്ഞു. ഇസ്രായേലിൽ ക്ഷാമമുണ്ടായ സന്ദർഭത്തിൽ അന്നത്തെ രാജാവായ ആഹാബ് കോവർ കഴുതുകളെയും കുതിരകളെയും എങ്കിലും ജീവനോട് രക്ഷിപ്പാൻ ആഹാബിൻ്റെ ഗ്രഹവിചാരകനായ ഓബദ്യാവിനെ ചുമതലപ്പെടുത്തുകയാണ്. ആഹാബിൻ്റെ ഭാര്യ ഈസബേൽ ആ സമയം യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നു മുടിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയായിട്ടാണ് ഇസ്രായേലിൽ ക്ഷാമമുണ്ടായിരിക്കുന്നത്. ആഹാബും ഈസബേലും ഇസ്രായേൽ ജനത്തെ സത്യദൈവത്തെ സേവിക്കുന്നതിൽ നിന്നും വ്യതിചലിപ്പിച്ച് ബാലിൻ്റെ ആരാധകരാക്കി മാറ്റി. ദൈവം കഠിനക്ഷാമത്തിലൂടെ അവരെ ശിക്ഷിച്ചെങ്കിലും അവരുടെ വിഗ്രഹാരാധന വിട്ട് മനം തിരിയുവാൻ അവർ കൂട്ടാക്കിയില്ല. ആഹാബും ഈസബേലും കൂടുതൽ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആഹാബ് മൃഗങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി പുല്ലന്വേഷിക്കുമ്പോൾ ആഹാബിൻ്റെ ഗ്രഹവിചാരകനായ ഓബദ്യാവ് ആഹാബ് അറിയാതെ രഹസ്യമായി യഹോവയുടെ പ്രവാചകന്മാരെ ഗുഹകളിൽ ഒളിപ്പിച്ച് സംരക്ഷിച്ചു പോന്നു. ഓബദ്യാവ് ഒരു ദൈവഭക്തനായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു വ്യക്തി മൃഗസംരക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരു വ്യക്തി മനുഷ്യരുടെ ജീവന് പ്രാധാന്യം നൽകി അവരെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. ഇന്നും ധാരാളം മൃഗസ്നേഹികളെ നമുക്ക് കാണുവാൻ കഴിയും. അവയെ സ്നേഹിക്കുന്നത് തെറ്റാണ് എന്ന് പറയുവാൻ കഴിയില്ല. എന്നാൽ മനുഷ്യരെക്കാൾ അധികം മൃഗങ്ങളെ സ്നേഹിക്കുന്നത് തെറ്റ് തന്നെയാണ്. മനുഷ്യർക്കുള്ള വിലയും മൃഗങ്ങൾക്കുള്ള വിലയും വ്യത്യസ്തമാണ്. മനുഷ്യർക്ക് ആത്മാവുള്ളതിനാൽ അവരുടെ ആത്മാവിൻ്റെ വില വളരെയാണ്. കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം എന്നാണ്. അതേസമയം മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്നതിനാൽ അവയ്ക്ക് ദൈവത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ല. മനുഷ്യന് ആത്മാവുള്ളതിനാൽ അവന് വിവേകമുണ്ട്, മനസാക്ഷിയുണ്ട്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്. മനുഷ്യനിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തൻ്റെ ആത്മാവ് അവന് വിവേകം നൽകുന്നുവെന്ന് പഴയ നിയമഭക്തനായ ഇയ്യോബ് പറയുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദൈവത്തെ അറിയുവാനുള്ള വിവേകം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. സത്യദൈവം മനുഷ്യനായി അവതരിച്ചതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞത്. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ആ ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകിയതിനാൽ യഥാർത്ഥ ദൈവസ്നേഹം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു. അതുകൊണ്ട് നമ്മുടെ സമസൃഷ്ടങ്ങളെയും സ്നേഹിപ്പാൻ നമുക്ക് കഴിയും. ഓബദ്യാവ് ചെയ്തതുപോലെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി പരിപോഷിപ്പിക്കുകയും ചെയ്യും. ആഹാബും തൻ്റെ ഭാര്യ ഈസബേലും ചെയ്തതുപോലെ ദൈവജനത്തെയും ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരെയും നശിപ്പിക്കുവാൻ ഇക്കാലത്തും ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരിൽ അല്പം പോലും ദൈവസ്നേഹമില്ല എന്നതിൻ്റെ തെളിവാണത്. അവർ യഥാർത്ഥ സ്നേഹമെന്തെന്നറിയുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. ആഹാബിൻ്റെയും ഈസബേലിൻ്റെയും അന്ത്യം വളരെ ശോചനീയമായിരുന്നു. ദൈവസ്നേഹം ഉള്ളിലുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വേദനകളും കഷ്ടതകളും തിരിച്ചറിയുവാൻ കഴിയൂ, അവരെ സഹായിക്കാൻ കഴിയൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരെയും സ്നേഹിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന ഈ കാലത്ത് അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് വരും. കർത്താവിനായി കാത്തിരിക്കുന്നവർ കർത്താവിനോടുകൂടെ ചേർക്കപ്പെടും. അന്ധകാരപ്രഭു വെളിപ്പെടുന്നതിന് മുമ്പ് സാക്ഷാൽ വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഉള്ളത്തിൽ സ്വീകരിച്ച് സത്യ വെളിച്ചത്തിലേക്കും സാക്ഷാൽ സ്നേഹത്തിലേക്കും കടന്നു വരിക. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സത്യദൈവത്തെ അറിവാനുള്ള വിവേകം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം. യഥാർത്ഥ സ്നേഹമെന്നത് മനസ്സിലാക്കുവാൻ ഞങ്ങൾ കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. അവിടുന്ന് ആദ്യം ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളെ നിത്യ രക്ഷയിലേക്കും ആത്മസന്തോഷത്തിലേക്കും നയിച്ചതുകൊണ്ട് സ്തോത്രം. ഈ സ്നേഹമറിയാത്തവരായി അനേകർ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഈ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ, കർത്താവ് ഒരിക്കൽ രക്ഷയെ കണ്ടെത്തുവാൻ അവർക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.